കെ.പി.സി.സി അധ്യക്ഷ പദവിക്കായി നേതാക്കളുടെ ചരട് വലി തുടരുന്നു. ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയും അല്ലാതെയും അര ഡസനിലധികം നേതാക്കളാണ് പദവിക്കായി നീക്കം നടത്തുന്നത്. അതേസമയം കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തിൽ തുറന്നടിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ അർഹനാണെന്നും പരിഗണിക്കേണ്ട ഘട്ടത്തിൽ പരിഗണിച്ചിട്ടില്ലെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഞാൻ ഒരു റേസിലുമില്ല. എന്നെ പരിഗണിക്കുന്നു എങ്കിൽ 100% അതിനകത്ത് സന്തോഷം മാത്രമാണുള്ളത്. അത് പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അതിനവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുവാൻ 100% ഞാൻ കടമപ്പെട്ടവനാണ്, ഉത്തരവാദിത്വപ്പെട്ടവനാണ്. ഏതായാലും വലിയ കാലതാമസമില്ലാതെ അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. നിർഭൻ, ഏതായാലും ഇനി ഒളിച്ചിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യങ്ങൾ തുറന്നു തന്നെ പറയേണ്ടി വരുന്നു എന്നാണ് അടൂർ പ്രകാശിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അർഹനാണ്, പക്ഷേ പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചിട്ടില്ല. പല നേതാക്കളും പലയിടങ്ങളിൽ ചരടുവലികൾ നടത്തുന്നതിനിടെയാണ് അടൂർ പ്രകാശിന്റെ ഈ പ്രസ്താവന. ആരൊക്കെയാണ് ഇപ്പോൾ ചരടുവലിയുമായി രംഗത്തുള്ളത്? ദീപാദാസ് മുൻഷിക്ക് വലിയ തലവേദനയാകുമല്ലോ ഈ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം നിർണ്ണയിക്കുക എന്നുള്ളത്. സിജു, നേരത്തെ തന്നെ സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ വരുന്നതിന് മുമ്പ് തന്നെ താൻ ഈ പദവിയിലേക്ക് പരിഗണിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ച ഒരു നേതാവ് കൂടിയാണ് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ്. അദ്ദേഹം പലതവണ ഹൈക്കമാൻഡിനോട് തനിക്ക് കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് എത്തണമെന്ന ആഗ്രഹം അറിയിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. രണ്ടാമത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഇളവ് തേടി അദ്ദേഹം ഹൈക്കമാൻഡിനെ സമീപിച്ചിരുന്നു. അപ്പോഴാണ് കെ സുധാകരൻ മത്സരിക്കണമെന്ന വിവാദം വരുന്നതും രണ്ടുപേർക്കും അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിലവിൽ മറ്റു പദവികളിൽ തുടരുന്ന ആൾക്കാർ തുടരണ്ട എന്ന നിർദ്ദേശം ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വച്ചു. അതിനിടയിലാണ് അടൂർ പ്രകാശ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. താൻ പരിഗണിക്കപ്പെടേണ്ട ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന അഭിപ്രായം തനിക്കുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പരാതിയുമായി മുൻപോട്ട് പോകാൻ പരസ്യമായി തനിക്ക് തന്നെ ഈ പദവി ലഭിക്കണം എന്ന തരത്തിൽ ഒരു മത്സരത്തിനൊന്നും താനില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും തന്നെ പരിഗണിക്കുമെങ്കിൽ വലിയ സന്തോഷം, ആ പദവി ഏറ്റെടുത്ത് ഭംഗിയായി കെ.പി.സി.സി അധ്യക്ഷൻ എന്ന നിലയിൽ താൻ മുന്നോട്ട് പോകും എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നിര അര ഡസനോളം വരുന്ന നേതാക്കൾ പദവിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട MP-മാർ, വർക്കിംഗ് കമ്മിറ്റി, AICC വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള നേതാക്കളാണ്. നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ ഏറ്റവും നിലവിലുള്ള MLA-യും KC വിഭാഗത്തിന്റെ നേതാവുമായിട്ടുള്ള നമുക്ക് ഈ പട്ടികയും അതായത് കാത്തിരിക്കുന്ന നേതാക്കളുടെ പേരെടുത്ത് തന്നെ പറഞ്ഞു പോയാൽ അതിൽ ആ റേസിൽ ആദ്യം KC വേണുഗോപാലിൻ്റെ അടക്കം പിന്തുണയുള്ളത് കൊടിക്കുന്നിൽ സുരേഷ്. ഒറ്റയ്ക്ക് നീക്കം നടത്തി ഹൈക്കമാൻഡിനെ കണ്ട ജോസഫ് വാഴക്കൻ. അതിന് പിന്നാലെയാണ് ഈ ഷാഫി പറമ്പിലടക്കം. ആരൊക്കെയാണ് നിലവിൽ ഈ റേസിൽ ഉള്ളത്? സിജു സൂചിപ്പിച്ച ഏത് വിഭാഗത്തിൻ്റെ നേതാവ് എന്ന തരത്തിൽ ഒരു പിശകുണ്ട്. അത് പുതിയ സമയത്തുണ്ടായ മാറ്റമായിരിക്കും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നിലവിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നയാൾ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് പാർട്ടിക്കകത്ത് കുറച്ച് കാലമായി പ്രവർത്തിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ ദളിത് വിഭാഗത്തിൻ്റെ നേതാവായതുകൊണ്ട് തന്നെ സ്ഥിരമായി പരിഗണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയ നേതാവാണ്. കഴിഞ്ഞ കെ സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷനാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നതാണ്. രണ്ടാമത് സണ്ണി ജോസഫ് വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നതാണ്. 2 തവണയും അദ്ദേഹത്തെ തഴഞ്ഞു. ഇത്തവണ അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന കാര്യം അദ്ദേഹം നേരിട്ട് AICC അധ്യക്ഷനെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. ദില്ലിയിൽ പോയി എല്ലാ നേതാക്കളുമായി തൻ്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചർച്ച വരുന്ന ഘട്ടത്തിലാണ് ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ നേതാവിൻ്റെ പേര് KC വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി MLA-മാരെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച, തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നയിച്ചയാളാണ് ബെന്നി ബെഹനാൻ. അതുകൊണ്ട് VD സതീശൻ്റെ ശത്രുപക്ഷത്തുള്ള ഇപ്പോഴത്തെ ഏക നേതാവ് എന്ന് പറയുന്നത് കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ വരരുത് എന്ന് VD സതീശൻ ആഗ്രഹിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാൻ വരാതിരിക്കുന്നതിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷിന് VS സുധീരനും അടക്കമുള്ള നേതാക്കൾ, VD സതീശനും അടക്കമുള്ള മറുവിഭാഗം, അതായത് ഗ്രൂപ്പില്ലാത്ത ഒരു വിഭാഗം നേതാക്കൾ പിന്തുണയ്ക്കുന്ന നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷ് അത്തരത്തിൽ VS സുധീരൻ്റെയും VD സതീശൻ്റെയും കൂടി പിന്തുണ ഇപ്പോൾ ഉറപ്പിച്ചു നിൽക്കുന്നു. അതാണ് ഗ്രൂപ്പ് സമവായത്തിൽ വന്ന മാറ്റം. KC വേണുഗോപാലിൻ്റെ നേതാവ് എന്ന് പറയുന്നത് നിലവിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പേര് എന്ന് പറയുന്നത് ബെന്നി ബെഹനാനാണ്. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അത് വരട്ടെ എന്നൊരു നിലപാട് വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി അതിന് ലഭിക്കും. പക്ഷേ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന പേരാണ് ജോസഫ് വാഴക്കൻ. അത് അദ്ദേഹം പറയുന്നത് ഒരാൾക്ക് ഒരു പദവി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തഴയപ്പെട്ടു, അതുകൊണ്ട് ജോസഫ് വാഴക്കനെ പരിഗണിക്കണമെന്നാണ്. ഇതോടൊപ്പം പറഞ്ഞു കേൾക്കുന്ന വിവിധ പേരുകളുണ്ട്. മാത്യു കുഴനാടനുണ്ട്, ഷാഫി പറമ്പലുണ്ട്, MK രാഘവനുണ്ട്,
രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, VS ശിവകുമാറുണ്ട്, പല പേരുകളുണ്ട്. ഇതിൽ തന്നെ ഗ്രൂപ്പിനകത്ത് തന്നെ പല പേരുകളുണ്ട്. അതാണ് പുതിയ KC വിഭാഗത്തിൻ്റെ യുവ നേതാവ് എന്ന് പറയുന്നത് മാത്യു കുഴനാടനാണ്. KCയോട് ചേർന്ന് നിൽക്കുന്ന പഴയ A വിഭാഗം നേതാവാണ് ഷാഫി പറമ്പിൽ. രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ കൊടുക്കുന്നില്ല പോലെ തന്നെ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിരിക്കുന്ന നേതാവാണ്. MK രാഘവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഉള്ള ഔദ്യോഗിക വിഭാഗത്തിന് കേരളത്തിലുള്ള VD സതീശൻ്റെ വിരുദ്ധ വിഭാഗമാണ്. KC വിഭാഗത്തിനോട് ചേർന്ന് നിൽക്കുന്നൊരു നേതാവാണ്. ഒപ്പം തന്നെ പഴയ ഈ ശശി തരൂരും അടക്കം MK രാഘവനും ചേർന്നിട്ടാണ് ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച് വളരെ മുമ്പേ രംഗത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ പല ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒന്ന് മാനദണ്ഡം അനുസരിച്ചായിരിക്കുമോ ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം നടപ്പിലാകുമോ എന്നതാണ്. അത് നടപ്പിലാകില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാനദണ്ഡം വേണ്ട, മറിച്ച് അർഹനെ തിരഞ്ഞെടുക്കാമെന്നതാണ്. ദില്ലിയിലേക്ക് ഇപ്പോൾ ദീപാദാസ് മുൻഷി കേരളത്തിലുണ്ട്. 2 ദിവസത്തെ ചർച്ചകൾ പൂർത്തിയാക്കി അവർ ദില്ലിയിലേക്ക് പോകും. ഈ മാസം 10-ാം തീയതിയാണ് വിദേശ യാത്ര പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ദില്ലിയിലേക്ക് മടങ്ങിയെത്തുക. 2ാം ഘട്ട ചർച്ച ദില്ലിയിൽ നടക്കും. ആ ചർച്ചയിൽ ഏകദേശ ധാരണയായാൽ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും KPCC പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ദില്ലിയിലേക്ക് വിളിപ്പിക്കും. അവിടെ വെച്ചായിരിക്കും തുടർ ചർച്ചകൾ നടക്കുക. അതിന് ആ നിർമ്മൽ ഒരുപക്ഷെ ഈ തുടർ ചർച്ചകളിൽ ഇത്തവണ ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുന്ന ഒരു കാര്യം, നേരത്തെ കഴിഞ്ഞ തവണ ഈ സണ്ണി ജോസഫും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ ഈ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഹൈക്കമാൻഡിന് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നില്ല, ഏകപക്ഷീയമായി തീരുമാനമെടുത്തുകൊണ്ട് വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. KC വേണുഗോപാലിന് വലിയൊരു സേ കൊടുക്കേണ്ടി വരുന്നുണ്ട്. KC വേണുഗോപാൽ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം ഒരുപക്ഷെ ഹൈക്കമാൻഡിന് നിൽക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് VD സതീശനും ഒപ്പം കൊടിക്കുന്നിലെടുക്കുന്ന സ്വന്തമായ നിലപാട്. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി. കഴിഞ്ഞ തവണ ഇവരെ നിശ്ചയിച്ചതുപോലെ അത്ര ഈസി ആയിട്ട് എടുക്കാൻ കഴിയില്ല തീരുമാനം. അങ്ങനെയാണോ നമുക്ക് വിലയിരുത്താൻ ആവുക? തീർച്ചയായും. കാരണം മുൻ കാലത്ത് പോലെ ഒരു അവസ്ഥയല്ല ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസിന്. ഗ്രൂപ്പ് സമവാക്യത്തിൽ വലിയ മാറ്റം വന്നു. 2 ചേരിയായി രൂപപ്പെട്ടു. നേരത്തെ AI വിഭാഗങ്ങളും തമ്മിലുള്ള ചേരിപ്പോര് ആയിരുന്നു എങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ VD സതീശൻ നയിക്കുന്ന ഒരു വിഭാഗവും മറുഭാഗത്ത് KC വേണുഗോപാലിൻ്റെ വിഭാഗവും എന്ന തരത്തിലേക്ക് 2 ചേരിയായി മാറിയിട്ടുണ്ട്. ആ 2 ചേരിയിൽ KC വേണുഗോപാലിനൊപ്പം തന്നെ പഴയ A വിഭാഗം നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്നു. മറുചേരിയിൽ മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ളവരുടെ പിന്തുണയാണ്, ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ മാത്രമാണ് VD സതീശന് അനുകൂലമായിട്ടുള്ളത്. VD സതീശനെ ഇനി മുഖ്യമന്ത്രി പദത്തിൽ പിന്തുണച്ച VS സുധീരനും ഒപ്പം തന്നെ K മുരളീധരനും ഒക്കെ തന്നെ KPCC അധ്യക്ഷൻ്റെ കാര്യത്തിൽ VD വിഭാഗം നേതാക്കൾ എടുക്കുന്ന അതേ നിലപാടിനൊപ്പം നിൽക്കുമോ, സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ നേതാക്കൾക്ക് വലിയ തരത്തിൽ അതൃപ്തിയുണ്ട്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. UDF യോഗം ചേരാത്തതിനുള്ള അതൃപ്തി കൂടി ഇന്ന് അടൂർ പ്രകാശ് ഉന്നയിച്ചിട്ടുണ്ട്. പരോക്ഷമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. മുഖ്യമന്ത്രിയാണ് UDFിൻ്റെ ചെയർമാൻ, അദ്ദേഹമാണ് തീയതി നിശ്ചയിക്കേണ്ടത്. ഇതുവരെ തീയതി തീരുമാനിച്ച് മുഖ്യമന്ത്രി തന്നിട്ടില്ല. അതുകൊണ്ട് മദ്യവിഷയങ്ങൾ അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ആ യോഗത്തിലാണ് ചർച്ച ചെയ്യുക. ആ യോഗം ചേരാനുള്ള തീയതി നിശ്ചയിച്ചിട്ടില്ല എന്ന് കൂടി അടൂർ പ്രകാശ് പറയുന്നുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ UDF കൺവീനർക്ക് ഉള്ള അതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ KPCC അധ്യക്ഷനെ തീരുമാനിക്കാൻ വൈകുന്നതിലും മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. സിജു. ശരി, നിർഭൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചരടുവലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.